जनगण मन अधिनायक जय हे भारत भाग्य विधाता। पंजाब सिंध गुजरात मराठा द्राविड उत्कल बंगा। विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा। तव शुभ नामे जागे तव शुभ आशीष मागे। गाहे तव जय गाथा जनगण मंगलदायक जय हे भारत भाग्य विधाता। जय हे जय हे जय हे जय 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 हे। സ്വാതന്ത്ര്യ സമരത്തിൽ മുസ്ലിങ്ങൾക്കുള്ള പങ്ക് എന്ന വിഷയത്തെ സംബന്ധിച്ച് ആധികാരികമായി പറയാനും വിശദമായും വിശാലമായി പറയാനൊക്കെ കഴിവുള്ള ആളുകൾ ഇവിടെ ഉണ്ട്. എന്നാൽ നീണ്ടു പോകുന്ന പേഴ്ചകൾ പിന്മാറിക്കുക. അപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെറുതാക്കി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സ്വാതന്ത്ര്യ സമരത്തിൽ ഈ ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ നേതാക്കന്മാരായ മുസ്ലിം പണ്ഡിതന്മാർ, മുസ്ലിം നേതാക്കന്മാർ ജീവൻ വരെ ബലിയർപ്പിച്ചവരാണ്, ജീവൻ വരെ ത്യജിച്ചവരാണ്, അവരുടെ വിലപ്പെട്ട ജീവൻ വരെ വലിച്ചെറിഞ്ഞവരാണ്. ഇവർ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമാണ് ആവശ്യം എന്ന് പറഞ്ഞവരാണ്. ഗാന്ധിജി എന്ന മഹാത്മാഗാന്ധി ജനിക്കുന്നതിൻ്റെ 100 വർഷം മുമ്പാണ് വെളിയങ്കോടിന്റെ ബിരിമാറിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായിരുന്ന ഉമർ ഖാദി റളിയല്ലാഹു അൻഹു കള്ളന്മാരെ, വെള്ളക്കാരെ, കൊള്ളക്കാരെ ഈ നാട് വിട്ടുപോകണം നിങ്ങൾ എന്ന് പറഞ്ഞു. അതിന്റെ ശേഷമാണ് മൗലാന മുഹമ്മദ് അലിയും മൗലാന ഷൗക്കത്ത് അലിയും അവരുടെ മാതാ ബീഗം ആബിദയും രംഗത്ത് വരുന്നത്. അപ്പോൾ മുസ്ലിങ്ങളായ ആളുകൾക്ക് ഈ രംഗത്ത് വലിയ പങ്കുണ്ട്. ബഹുമാനപ്പെട്ട ഷഹീദെ മില്ലത്ത് ടിപ്പു സുൽത്താൻ, അതേ പ്രകാരം തന്നെ കുതുബുസ്സമാൻ അലവി തങ്ങൾ, മമ്മുറം തങ്ങൾ വലിയാണ്, ആലിമാണ്, സയ്യിദാണ്, അമീറാണ്, കുതുബുസ്സമാനാണ്, അതോടുകൂടി ഷഹീദാണ്. ഷഹീദായത് എങ്ങനെ? ചേറൂർ പടയിൽ വെച്ചുകൊണ്ട് അദ്ദേഹം ബ്രിട്ടീഷുകാരുമായി ഏറ്റുമുട്ടിയ കാരണം കൊണ്ടാണ് ഷഹീദായത്. അദ്ദേഹത്തെ ഷഹീദിന് കാലിൽ വലിയതായ മുറിവ് സംഭവിച്ചു. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ മനസ്സിലാക്കണം, ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, ഇന്ത്യ സ്വാതന്ത്ര്യമാവുന്നതിന് വേണ്ടി ഇവിടെ മുസ്ലിങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല എന്ന് ജൽപ്പിക്കുന്നവരുണ്ട്, പറയുന്നവരുണ്ട്, പറഞ്ഞു പരത്തുന്നവരുണ്ട്. അതേ സമയത്ത് ചരിത്രത്തിന്റെ ഏടുകളിൽ അവരൊന്നും പേര് കാണുന്നില്ല. മഹാനായ ഷഹീദെ മില്ലത്ത് ടിപ്പു സുൽത്താൻ ഷഹീദാണ്. അദ്ദേഹം ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ വ്യക്തിയാണ്, അടരാടിയ വ്യക്തിയാണ്. അദ്ദേഹത്തെ ഒന്നും ചരിത്രത്തിൽ കാണുന്നില്ല. ഈ മഞ്ഞ കണ്ണട വെച്ച ചരിത്രകാരന്മാർ ചരിത്രത്തിൽ നിന്ന് അവരേക്ക് തള്ളി മാറ്റിയിരിക്കുന്നു, ഒഴിവാക്കിയിരിക്കുന്നു. പലയിടത്തും ഉണ്ടായിരുന്നു, ഇപ്പോൾ അതും കാണുന്നില്ല. ആ വിധത്തിലാണ്. ഞാൻ സുദീർഘമായി സംസാരിക്കുന്നില്ല, ഒറ്റ കാര്യം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. മഹാനായ മൗലാന മുഹമ്മദ് അലി സദാസമയവും ജൗഹർ മൗലാന മുഹമ്മദ് അലി സദാസമയവും ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ വ്യക്തിയായിരുന്നു. ഇന്ത്യ രാജ്യത്ത് നിന്ന് 6000 കിലോമീറ്റർ യാത്ര ചെയ്തുകൊണ്ട് ബ്രിട്ടനിലെത്തിക്കൊണ്ട് ബ്രിട്ടീഷ് ഭരണാധികാരിയായ ജോർജ് 5ാമന്റെ മുമ്പിൽ ചെന്നുകൊണ്ട് അദ്ദേഹം സ്ഫുടമായി ഇംഗ്ലീഷ് ഭാഷയിൽ പ്രസംഗിച്ചു, ഞങ്ങൾക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വേണമെന്ന്. സാധാരണഗതിയിൽ ജോർജ് 5ാമൻ അവന്റെ മുമ്പിൽ കറുത്ത നിറത്തിലുള്ള നേർത്തതായ കട്ടിയില്ലാത്ത ഒരു പിരി ഉണ്ടായിരിക്കും, ഒരു കർട്ടൻ ഉണ്ടായിരിക്കും. അത് ആർക്കും തന്നെ നീക്കി കൊടുക്കാറില്ല. മൗലാന മുഹമ്മദ് ജൗഹറിന്റെ സ്ഫുടമായ സാഹിത്യത്തിൽ അധിഷ്ഠിതമായ ഇംഗ്ലീഷ് ഭാഷ കേട്ടപ്പോൾ അദ്ദേഹം അറിയാതെ അദ്ദേഹത്തിന്റെ കർട്ടൻ നീക്കി കൊടുത്തിട്ട് മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? അപ്പോൾ മൗലാന മുഹമ്മദ് അലി പറഞ്ഞു, ഒന്നുകിൽ ഞങ്ങൾക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ ഈ സ്വാതന്ത്ര്യമുള്ള നാട്ടിൽ 6 അടി മണ്ണ് വേണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ചങ്ക കൊട്ടി പ്രസംഗിച്ചു. അങ്ങനെയാണ് നമ്മുടെ നേതാക്കന്മാർ ചെയ്തത്. പക്ഷേ ബ്രിട്ടനിൽ നിന്ന് നാട്ടിലേക്ക് മടങ്ങാൻ കഴിഞ്ഞില്ല. അദ്ദേഹം രോഗബാധിതനായി മരണപ്പെട്ടു. അദ്ദേഹത്തിന് ബൈത്തുൽ മുഖദ്ദസിൽ, ജെറൂസലമിലെ ബൈത്തുൽ മുഖദ്ദസിലാണ് മറവ് ചെയ്യപ്പെട്ടത്. ഇങ്ങനെ ചരിത്രം പറയാൻ ഏതാളുകൾക്കാണ് സാധിക്കുക? നമ്മുടെ മുസ്ലിങ്ങൾക്കല്ലാതെ.
അതേപോലെ തന്നെ വലം കയ്യായി പ്രവർത്തിച്ച വ്യക്തിയാണ് മൗലാന ഷൗക്കത്ത് അലി. അവർക്ക് സദാസമയവും ആവേശം പകർന്നു കൊടുത്ത വ്യക്തിയാണ് അവരുടെ മാതാവ് ബീഗം ആബിദ. മഹാനായകുന്ന കുതുബുസമാമൃതങ്ങൾ, അതുപോലെ വെളിയങ്കോട് ഉപരസാദി, അതുപോലെ വാര്യകുന്നത് കുഞ്ഞഹമ്മദ് ആജി, ഏറനാടിന്റെ വീരപുത്രൻ ആര്യ മുസ്ലിം തിരൂരങ്ങാടി പള്ളിയിൽ അദ്ദേഹം വലിയ വലിയ മുത്തഅല്ലിമീങ്ങൾ ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കിതാബും പൂട്ടി വെച്ചുകൊണ്ട് അദ്ദേഹം സാമന ഗോതയിൽ ഇറങ്ങിയ വ്യക്തിയാണ്. എന്തിനു വേണ്ടി? ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി. അതുപോലെ തന്നെ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ, മഹത്തായ സംഘടന, മഹിതമായ സംഘടന സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന മഹത്തായ സംഘടനയുടെ അതിന്റെ സ്ഥാപക നേതാവും പ്രഥമ സെക്രട്ടറിയുമായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ പല സ്ഥലങ്ങളിലും അദ്ദേഹം അറസ്റ്റ് വരിക്കേണ്ടി വന്നു. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. എന്തിന്റെ പേരിൽ? കൊള്ള നടത്തിയതിന്റെ പേരിലെല്ലാം, കളവ് നടത്തിയതിന്റെ പേരിലെല്ലാം, അക്രമങ്ങൾ പ്രേരിപ്പിച്ചതിന്റെ പേരിലെല്ലാം, അക്രമങ്ങൾക്ക് നേതൃത്വം നൽകിയതിന്റെ പേരിലല്ല, മറിച്ച് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനിയാതിന്റെ പേരിൽ. മഹാനായകുല പാണക്കാട് സയ്യിദ് പൂക്കോയ തങ്ങളുടെ പിതാമഹൻ സയ്യിദ് ആറ്റക്കോയ തങ്ങൾ വെല്ലൂരിലേക്ക് നാട് കടത്തിയതും ഈ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തു എന്നതിന്റെ പേരിലാണ്. അതേപോലെ തന്നെ വക്കം മുഹമ്മദ്, മുജാഹിദ് നേതാക്കന്മാരായ വക്കം മൗലവി, ഈ മൊയ്ദ് മൗലവി എന്നൊക്കെയുണ്ട്, ഷഹീദ് അമീർ ടിപ്പു സുൽത്താൻ, ഇങ്ങനെ ഒരുപാട് ആളുകൾ കൂടിക്കൊണ്ടാണ് മുസ്ലിം നേതാക്കന്മാരുടെ മഹത്തായിരിക്കുന്ന അധ്വാനം കൊണ്ടാണ് ഇന്ത്യ സ്വാതന്ത്ര്യമാകുന്നതും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതും. നമ്മുടെ പങ്ക് ഇങ്ങനെയൊക്കെ നമ്മുടെ കുട്ടികൾ പഠിക്കണം, നമ്മുടെ ചരിത്ര വിദ്യാർത്ഥികൾ പഠിക്കണം. ചരിത്രത്തിലൊക്കെ കാണുകയില്ല. എന്നാൽ അതുപോലെ തന്നെ ഹൈന്ദവ നേതാക്കന്മാരായ കുറെ ആളുകളുണ്ട്, അവരെയും നമ്മൾ വിസ്മരിക്കുന്നില്ല. അവരുമുണ്ട്. രാജാറാം മോഹൻ റായ്, ശ്രീകൃഷ്ണ പരമഹംസൻ, സ്വാമി വിവേകാനന്ദൻ, ജഗദീഷ് ചന്ദ്രബോസ്, സുഭാഷ് ചന്ദ്രബോസ്, ബങ്കിമചന്ദ്ര ചാറ്റർജി, സരോജിനി നായിഡു, ഇവരൊക്കെ സ്വാതന്ത്ര്യ സമര സേനാനികളാണ്. അവരുടെ പങ്കും അവരുടെ പ്രവർത്തനവും നാം വിസ്മരിക്കുന്നില്ല, അവരെയും ഓർത്തുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും നാം എല്ലാവരും കൂടിയാണ് ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം നേടിയെടുത്തത്. ഈ സ്വാതന്ത്ര്യം നല്ലവർക്ക് അത് ആഘോഷിക്കുവാൻ വേണ്ടിയാണ്. അതിന്റെ വാർഷിക 78ാം വാർഷിക ആഘോഷം നടന്നുകൊണ്ടിരിക്കുകയാണ്. വാർഷിക ആഘോഷം ആഘോഷിക്കുന്ന അതിമഹത്തായിരിക്കുന്ന സംഗമത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. മുസൽമാന്റെ ചോര ചിന്തിയതി നാടിതിനല്ലേ, മരണം വരിച്ചൊരായിരങ്ങൾ ഹൈന്ദവരില്ലേ, ക്രിസ്തീയ സ്വാതരങ്ങൾ ചെയ്ത ത്യാഗമതില്ലേ, കണ്ണീര് ചാലിട്ടൊഴുകിയതും കണ്ടവരില്ലേ.